ഹലോ ഗൈസ്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു നോർവേയിലോട്ട് അൺസ്കിൽഡ് വിസയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം 1-2 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അൺസ്കിൽഡ് വിസയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ മാത്രം, പ്രത്യേകിച്ച് കൂപ്രിക്സ് എന്നുള്ള ഒരു കമ്പനിയുടെ പേരിൽ സ്പ്രെഡ് ആവുന്ന കുറേ ഫേക്കായിട്ടുള്ള ഓഫർ ലെറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേര് നമ്മളോട് പേഴ്സണലായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞത് കാരണം നമ്മൾ അന്വേഷിച്ച് അത് ഫേക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൂപ്പ് എന്നുള്ളത്, കൂപ്രിക്സ് അല്ലെങ്കിൽ കൂപ്പ് മെഗാക്ക് എന്നുള്ളത് ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വേറെ പല ടൈപ്പ് ബിസിനസ്സുള്ള വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു ഓഫർ ലെറ്ററാണ് പല രീതിയിൽ ഫേക്കായിട്ടുള്ള സ്പ്രെഡ് ആയിട്ടുള്ളത്. അത് നമ്മൾ അവരെ വിളിച്ചന്വേഷിച്ച് പല ആളുകൾക്കും കിട്ടിയ ഓഫർ ലെറ്ററിലുള്ള കറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിലൊക്കെ കൺഫേം ചെയ്ത് വിളിച്ചന്വേഷിച്ച് അവരത് ഫേക്കാണെന്ന് പറഞ്ഞതാണ്. നമ്മൾ ആ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 വർഷത്തോളമായിട്ട് ആ ഓഫേഴ്സ് അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർക്ക് ആരാണ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയില്ല. അവരതിൻ്റെ അതോറിറ്റിനൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവരന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ ആ സെയിം കമ്പനിയുടെ പേരിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു ഓഫർ ലെറ്ററാണ് ഇപ്പോൾ ഇത്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം. ഇപ്പോൾ ഈ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ച് പേര് നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അത് കുറച്ച് പേര് ഇതിന് മുമ്പേ നമ്മൾ ഓൾറെഡി കോൺടാക്ട് ചെയ്ത ആളുകളായിരുന്നു. അപ്പോൾ പുതുതായിട്ട് ചില ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട് പല ഏജൻറ്റ് മുഖാന്തരം. അതായത് കൂപ്പ് നോർഗെ എസ് എന്നുള്ള കമ്പനിയുടെ പേരിലാണ് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്താണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ളതാണത്. അപ്പോൾ അത് അത് കുറച്ച് പേരൊക്കെ നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞതിൻ്റെ ആവശ്യത്തിലാണ് നമ്മളത് അന്വേഷിച്ചത്. ആക്ച്വലി അത് ഫേക്കാണ്. ഈ കൂപ്പ് നോർഗെ, കൂപ്രിക്സ്, കൂപ്പ് മെഗാ എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ഒരേ സെയിം കമ്പനിയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അതിൻ്റെ അതിൻ്റെ ഒരു പാരൻറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. എനിക്ക് തോന്നുന്നത് ഈ കൂപ്പ് നോർഗെ എസ് എന്നുള്ളതാണ് ഇവരെ പാരൻറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുള്ളൂ. അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ ഹെഡ് ഓഫീസ് എന്നൊക്കെയുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്ത ഓഫീസൊക്കെ ഓസ്ലോയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഓഫർ ലെറ്റർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഈ കൂപ്പ് നോർഗെ എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവരെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ് ഈ കൂപ്പ് മെഗായും കൂപ്പ് എക്സ്ട്രായും ഇതെല്ലാം വരുന്നത്. ഇപ്പം നിലവിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന കൂപ്പ് നോർഗെ എസ് എന്നുള്ള പേരിലുള്ള കമ്പനിയും ആക്ച്വലി കൂപ്പിൻ്റെ അണ്ടറിലുള്ള സെയിം കമ്പനികൾ തന്നെയാണ്. ഇതെല്ലാം ഫേക്ക് ആയിട്ടുള്ള ഓഫറാണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തത് കാരണം ഞാനത് അവരെ ഇമെയിൽ അയച്ച് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അവരെ വെബ്സൈറ്റ് മുഖേന തന്നെ നമുക്ക് ഇമെയിൽ അയച്ച് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അവരെ കൂപ്പ് നോർഗൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണാം, കോൺടാക്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻ കയറിയിട്ടില്ല. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ബന്ധപ്പെട്ട ക്വയറീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലാണ് തിരിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊരു അതർ ടൈപ്പ് ഓഫ് ക്വയറീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഞാൻ അതിലാണ് കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത്. അതായത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കേണ്ടത്, അതായത് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഓഫേഴ്സ് പല ആളുകൾക്കും നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്, അത് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നതാണോ അതോ ഫേക്ക് ആയിട്ടുള്ളതാണോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചത്. അതൊരു ആസ് യൂഷ്വൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്. അവരെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നത്. അത് അവർ പറഞ്ഞു 100% ഫേക്കാണ്. ഞങ്ങളെ വേക്കൻസീസൊക്കെ ഞങ്ങളെ വെബ്സൈറ്റിൽ കറക്റ്റാണ്. ആ വേക്കൻസീസ് മാത്രമേ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ രീതിയിലുള്ളതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുമല്ല, ഇത് ഞങ്ങൾക്ക് ഒരുപാട് രീതിയിൽ അവരുടെ പേരിലുള്ള ഫേക്കായിട്ടുള്ള അവരെ കമ്പനി നെയിം യൂസ് ചെയ്തുകൊണ്ട് വേറെ ഒരുപാട് ചെയ്ത ആളുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് അവരെ സൈബർ ടീം അല്ലെങ്കിൽ അവരെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് അവർ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. എനിക്ക് അവർ പേഴ്സണലായിട്ട് ചെറിയ താങ്ക്സ് പറഞ്ഞു. അതായത് നിങ്ങൾ ഇങ്ങനെ ഇഷ്യൂ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം, പക്ഷേ പേഴ്സണലായിട്ട് നിങ്ങളത് ഞങ്ങൾ അറിയിക്കും കൂടി ചെയ്ത് കാരണം ഒരു താങ്ക്സും നമുക്ക് പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്യുന്നതല്ല, ബി കെയർഫുൾ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ കൂപ്പിൻ്റെ പേരിൽ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൂപ്പ് പ്രിക്സ് ആവട്ടെ, കൂപ്പ് നോർഗെ ആവട്ടെ, കൂപ്പ് മെഗ ആവട്ടെ, അല്ലെങ്കിൽ കൂപ്പ് എക്സ്ട്രാ ആവട്ടെ, ഏതെങ്കിലും കൂപ്പ് നോർഗെ എന്നുള്ള രീതിയിൽ
നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻറ്റുമാരോ ആരെങ്കിലും ഓഫർ ലെറ്റർ തരികയാണെങ്കിൽ 100% ഫേക്കാണ്. അത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ VFSO അല്ലെങ്കിൽ വിസ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ 100% വിസ റിജക്റ്റ് ആവുന്നുള്ളതെന്ന് മാത്രമല്ല, ഇതിന് മുമ്പ് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് കിട്ടും ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റർ ആണെങ്കിൽ 100% നിങ്ങൾക്ക് എൻട്രി ബാൻ അടിച്ച് കിട്ടുന്നുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, അത് ഫേക്കാണ്. പിന്നെ ഇതിൽ നമ്മൾ കൂടുതൽ പേരോട് ചില രീതിയിൽ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇനി എത്ര ഇത് പറഞ്ഞാലും ആളുകൾ എനിക്ക് പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എത്ര പറഞ്ഞാലും ഇതൊന്നും ആരും കണക്കാക്കാൻ പോകുന്ന സംഗതികളല്ല. അവർ ക്യാഷ് കൊടുത്ത് അപ്ലൈ ചെയ്യുന്നുള്ള പിന്നെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഏജൻറ്റുമാർ ആ രീതിയിലാണ് ആളുകളെ കൺവിൻസ് ചെയ്യുന്നത്. അതിന് നിങ്ങളെ ക്യാഷും സമയമൊക്കെ ചിലവാക്കി ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം വ്യക്തമായിട്ട് അന്വേഷിച്ച് മാത്രം ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാഷും പോകുന്നുള്ളതല്ല, സമയം പോവും, ക്യാഷും പോവും, എല്ലാം പോവും, 8ൻ്റെ പണിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂപ്പിൻ്റെ പേരിൽ നിങ്ങൾ പല ഏജൻറ്റുമാരും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരികയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ഇമെയിലായിട്ട് ചോദിച്ചത് നിങ്ങൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഡയറക്റ്റ് ഇപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടി. പക്ഷേ നമ്മളത് വെയിറ്റ് ചെയ്യണം. 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്. ഏകദേശം ഒരു വീക്കിനടുത്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഓഫർ ലെറ്ററും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് വെരിഫൈ ചെയ്യുക. ഈ കൂപ്പിൻ ഓർഗൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിലുണ്ടാവും കോൺടാക്ട് അസ് എന്നുള്ള ഓപ്ഷൻ. പൊതുവിൽ എല്ലാ വെബ്സൈറ്റിലും കാണുന്ന പോലെ അതിൽ പിന്നെ ആ ഓപ്ഷനിൽ നമ്മളൊരു അതർ ടൈപ്പ് ഓഫ് എൻക്വയറി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പിന്നെ പേഴ്സണലായിട്ട് നിങ്ങളെ കാര്യങ്ങൾ എൻക്വയറി ചെയ്യുക. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നത് അതിൽ പല എന്തെങ്കിലും ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ പേഴ്സണലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ പേഴ്സണലായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് വരെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് തോന്നുന്നത് അവർ റിപ്ലൈ തരാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഓൾറെഡി റിപ്ലൈ കിട്ടിയ ആളാണ് ഞാൻ. ഏജൻറ്റുമാരും പറയുന്നുണ്ട്, അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിസ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കമ്പനിയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ അവർ ചിലപ്പോൾ നിങ്ങളെ വിസ റിജക്ഷൻ ആവാൻ അങ്ങനെയല്ല. ജെനുവിൻ ആയിട്ടുള്ളൊരു കമ്പനി നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് ഞങ്ങൾ തന്നതാണെന്ന് തന്നെ പറയുള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും പറയില്ല. പിന്നെ പറയാനുള്ളൊരു കാരണം, നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്ററിൽ പല ഇമെയിൽ ഐ ഡികളും കാണാം. ആ ഇമെയിൽ ഐ ഡി അത് കമ്പനിയുടേതാണോ? അപ്പോൾ ഫേക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓഫർ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇമെയിൽ ഐ ഡിയും അതിൽ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും ഫേക്ക് ആയിട്ടും. ഏറ്റവും ബെറ്റർ ആ കമ്പനിയുടെ ആ വെബ്സൈറ്റിലുള്ള ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ കാണിക്കുന്ന ടെലിഫോൺ നമ്പറോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ കോൺടാക്ട് ചെയ്യുന്ന സോഴ്സ് പിന്നെ ജെന്യുവിന് പ്രോപ്പറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അതിലുള്ള ചിലപ്പോൾ നമ്പർ ഈ ഓഫർ ലെറ്ററിലൊക്കെ കാണുന്ന നമ്പറൊക്കെ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത നമ്പറുകളാവാം. അങ്ങനെ പല ഇഷ്യൂസ് വരാം. അപ്പോൾ ഇപ്പോൾ കൂപ്പിൻ്റെ കാര്യത്തിലൊക്കെ വ്യക്തമായിട്ട് അവർ റിപ്ലൈ തരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം മിക്കവാറും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇമെയിൽ അയച്ച് അവർ ക്വയറി അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താം അത് ഫേക്ക് ആണോ അല്ല എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ചില ഏജൻറ്റുമാരൊക്കെ പറയുന്നത് അതൊരു എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫർ ലെറ്റർ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ജോലിയുള്ള കമ്പനി ഇതല്ല, വേറെ കമ്പനികളാണ്, അത് വേറെ ആയിരിക്കും, അവിടെയാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക. ഇത് ഇവിടെ ഇങ്ങോട്ടൊരു എൻട്രിക്ക് വേണ്ടി മാത്രം തരുന്നൊരു ഓഫർ ലെറ്റർ ആണെന്നൊക്കെ പറഞ്ഞു. എന്ത് തന്നെ ആയാലും ന്യായമായൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ജോലി ഏതാണോ കമ്പനി കൊടുക്കുന്നത് ആ കമ്പനിയുടെ പേരിലുള്ള ഒരു ഓഫർ ലെറ്റർ മാത്രം കൊടുത്താൽ പോരെ, അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള വേറെ ഓഫർ ലെറ്റർ വെക്കേണ്ട ഒരു കാര്യമില്ല. അതുമല്ല, അതല്ല അതിൻ്റെ ഒരു യഥാർത്ഥ പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ എൻട്രി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഓഫർ ലെറ്റർ ഫേക്ക് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് UDAൻ്റെ ഭാഗത്തുനിന്ന് വിസ കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ഗ്രാൻഡ് ആകാൻ പോകുന്നില്ല എന്താണ് അതിൻ്റെ സത്യം. അത് പിന്നെ പോകുന്നില്ല എന്നല്ല, നിങ്ങൾക്ക് അതിൽ ഓഫർ ലെറ്റർ ഫേക്ക് ആണെന്ന് UDAക്ക് മനസ്സിലായ 100% അതിൽ നിങ്ങൾക്ക് എൻട്രി ബാനും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ അപ്ഡേറ്റ് ആയിട്ട് പറയാൻ കാരണം. കൂപ്പിൻ്റെ പേരിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഓഫർ ലെറ്ററും അത് ഫേക്ക് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.